2 പതിറ്റാണ്ടോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന് അന്തിമ രേഖയായത്. 2006, 2007 കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കുന്നത്. പക്ഷേ 2013 എത്തിയപ്പോഴേക്കും ഇതിന്റെ ചർച്ചകളൊക്കെ പൂർണ്ണമായിട്ട് നിലച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 ഇതിന്റെ ചർച്ചകൾ പുനരാരംഭിക്കുന്നതും ഇപ്പോൾ 2026 ജനുവരി 27 അതായത് ഇന്നലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സും കൂടി ഇതിന്റെ അന്തിമ രേഖ റെഡിയായി എന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെ. യൂറോപ്യൻ യൂണിയൻ അതായത് 27 രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കും സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര കരാർ വളരെയധികം സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു കരാർ തന്നെയാണ്. കാരണം ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്ന തീരുവ അതിന്റെ പെർസെൻറ്റേജ് വളരെയധികം കുറയുകയും ചില മേഖലകളിൽ പൂർണ്ണമായിട്ടും അത് ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്യും ഈ വ്യാപാര കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ. ഇനി ഏതാണ്ട് ഒരു വർഷത്തോളം എടുക്കും ഇത് നിലവിൽ വരാൻ. ഇപ്പൊ അതിന്റെ അന്തിമരേഖ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. നിലവിൽ വരാൻ ഇനിയും ഏതാണ്ട് ഒരു വർഷത്തോളം എടുക്കുന്നതാണ് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചത്. പിന്നെ കഴിഞ്ഞ തവണ അതായത് 2025 രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായിട്ട് വന്നത്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന തീരുവകൾക്ക് മേലെ തീരുവകൾ നടത്തുന്ന എല്ലാ പ്രക്രിയകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രഷറാണ് എല്ലാ രാജ്യങ്ങൾക്കും മേലും ഡൊണാൾഡ് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കും യൂറോപ്പിന്റെ മേലെയും ചൈനയ്ക്ക് മേലെയും ഇപ്പോൾ സൗത്ത് കൊറിയയ്ക്ക് മേലെയും ഇനി അത് ജപ്പാന്റെ മേലെയും പ്രഷറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന് കാലികമായിട്ടുള്ള പ്രസക്തിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.